ഞങ്ങൾക്കേ ഇന്ന് പന്നിയിറച്ചി കിട്ടിയിട്ടുണ്ട്. പന്നിയിറച്ചി. ഇന്ന് പന്നിയിറച്ചിയാണ് ഞാൻ വയ്ക്കാൻ പോണത്. വായോ കാണാം. നമ്മൾ ഇന്ന് പന്നിയിറച്ചിയാണ് വയ്ക്കാൻ പോണത്. നല്ല നാടൻ പന്നിയിറച്ചി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് പന്നിയിറച്ചി എങ്ങനെയാണ് വയ്ക്കണേന്ന് എളുപ്പത്തിൽ. അത് നിങ്ങൾ വായോ നമുക്ക് അടുത്തൊരു ആദ്യം വയ്ക്കേണ്ട എന്നാണെന്നറിയാമോ? ഒരു കുക്കർ ഗ്യാസ് കത്തിച്ചു. കത്തിക്കുന്നു. കുക്കർ വയ്ക്കുന്നു. കുക്കറിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കുക്കർ ചൂടാവട്ടെ. കുക്കർ ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. നാടൻ വെളിച്ചെണ്ണയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് വെച്ചേക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുവിടാം. കടുക് ഇടുവാണേ. കടുക് പൊട്ടിയിട്ടുണ്ട്. കരിവേപ്പില ഇടാം. അതിനാവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇടുവാണേ. കുറച്ച് പച്ചമുളക്. ഇതൊരു 6-7 വർഷമായി ഈ ഫോൺ വായിച്ചിട്ട്. അടുത്ത ഫോൺ വായിക്കേണ്ട സമയമായി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഫോണൊക്കെ വായിക്കും. പിന്നെ ചാച്ചന് വയ്യ. എൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ ആയി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. നമ്മളെ 2025 എനിക്ക് കുറച്ച് വേദനകളൊക്കെ തന്നു. എന്നാലും അവിടെ നിന്നെല്ലാം ദൈവം കാത്ത് പരിപാലിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നു. നിങ്ങളെ മുമ്പേ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമുക്കിതൊന്ന് ചുമന്ന് വന്നതിന് ശേഷം, നന്നായിട്ട് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് പന്നിയിറച്ചി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചുമന്നിട്ടുണ്ടേ. കണ്ടോ? ഇനി നമുക്ക് അതിനകത്തോട്ട് പന്നിയിറച്ചി എടുത്തിട്ട് കൊടുക്കാം. അതിനാവശ്യമായി എടുത്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടേ. കണ്ട പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് മീറ്റ് കൊടുക്കും. അപ്പോഴേ എൻ്റെ ഫോണിനകത്തൊരു കോൾ വന്നു കേട്ടോ. പ്രേക്ഷകർ ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ പന്നിയിറച്ചി ഇങ്ങനെ അടുപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണേ. ഇനി കണ്ടോ? ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 3 വിസിൽ, 3 അല്ലെങ്കിൽ ഒരു 4 വിസിൽ കേട്ടോട്ടെ. 4 വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടി ചേർക്കണം. പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഓക്കെ. പന്നിയിറച്ചി വെന്തിട്ടുണ്ടേ. കണ്ടോ? സൂപ്പറായിട്ടില്ലെന്ന്. ഇനി അതിനകത്ത് കുറച്ച് ഉള്ളി ഇടാം. ഇതിനകത്ത് കുറച്ച് എണ്ണയുണ്ട്. അതെടുത്ത് ഇതിനകത്ത് ഒഴിക്കുക. ഒരുപാട് എണ്ണ വേണ്ടാത്തവർക്ക്, ഞങ്ങൾക്കിവിടെ ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ. അതിൻ്റെ ചെറിയ ഉള്ളി ഇടുവാണേ. അതുകൊണ്ട് നമ്മൾ ആ നെയ്യിൽ തന്നെ ഇത് വാക്കാൻ തീരുമാനിച്ചു. കണ്ടോ? മീറ്റ് മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ അത് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ തീര എന്നാന്നറിയോ? ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഓക്കെ. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ തേങ്ങയില്ല. ഓ, എന്താ എൻ്റെ ഭാര്യ, എന്താ ടേസ്റ്റ്. സൂപ്പറാ. സൂപ്പർ. എനിക്കിഷ്ടമുള്ള സാധനമാണ്. അമ്മയെ ഇടയ്ക്ക് വെച്ച് കഴിക്കില്ലായിരുന്നു. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയണതുകൊണ്ട് ഞാൻ കഴിക്കില്ലായിരുന്നു.
പക്ഷേ ഉണ്ട്. സൂപ്പറാ. ഈ കപ്പോടെ വേണമായിരുന്നു, കപ്പില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ബൈ.